നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ഹോൾ നമ്പേഴ്സില് നമ്പർ ലൈൻസ് അല്ലേ? നമ്പർ ലൈൻസ് അല്ലേ? എന്താ നമ്പർ ലൈൻ എന്ന് പറഞ്ഞാല്? നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹരി, വാട്ട് ഈസ് നമ്പർ ലൈൻ? നമ്പർ ലൈൻ എന്ന് പറഞ്ഞാല് ആഡിങ് ചെയ്ത് വന്നത്. എങ്ങനെ ആഡിങ് ചെയ്തിട്ടോ? നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ടെക്സ്റ്റിലൊന്നും നോക്കണ്ട, നമ്പർ ലൈൻ എന്താന്ന് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. Okay, I will explain. Number line means arrangement of numbers in a line. ഒരു സിംഗിൾ ലൈനില് നമ്മൾ ഹോൾ നമ്പേഴ്സിനെ ഈക്വൽ ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്തതിനെയാണ് നമ്പർ ലൈൻ എന്ന് പറയുന്നത്. അല്ലേ? അതല്ലേ ഇന്നലെ പറഞ്ഞതന്നെ? ടു സൈഡഡ് ആരോ ഉള്ള ഒരു നമ്പർ ഒരു ലൈനിന്റെ മേലെ നമ്മുടെ ഹോൾ നമ്പേഴ്സ് മീൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം 0, 1, 2, 3, 4, 5, 6 എക്സെട്ര എന്ന് പറയുന്ന നമ്പേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസിൽ പോയിന്റ്സ് അടയാളപ്പെടുത്തി അതില് നമ്പേഴ്സ് അടയാളപ്പെടുത്തുന്നതിനെ മാർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്പർ ലൈനിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാനും പറ്റും. നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. നമ്മൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു. ലൈൻ എന്ന് വെച്ചാല് ടു സൈഡ് ആരോ ഉള്ള ലൈൻ ആയിരിക്കണം. ടു സൈഡ് ആരോ ഉള്ള ലൈൻ എന്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നത്? ഒരു സൈഡിലേക്ക് നമ്മൾ ആരോ ഇട്ടാൽ അത് എന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഹാസ് നോ എൻഡ്. നിങ്ങളുടെ ലൈൻസ് 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ ഫസ്റ്റ് ആരോ ഉള്ള ലൈനും സെക്കൻഡ് ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? എന്താ ഡിഫറൻസ്? ഫസ്റ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണെന്ന് നമുക്കറിയില്ല, എൻഡിങ് പോയിന്റ് എവിടെയാണെന്നും അറിയില്ല. സെക്കൻഡ് ലൈനിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ, എൻഡിങ് പോയിന്റ് ഇവിടെ, അല്ലെ? ഇതൊരു ലൈൻ സെഗ്മെന്റ് ആണ്. ഇതിന് സ്റ്റാർട്ടിംഗ് പോയിന്റും ഉണ്ട്, എൻഡിങ് പോയിന്റും ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ലൈൻ we cannot predict which is the starting point, which is the ending point. അല്ലെ? ആരോ ഇട്ടതുകൊണ്ട് ഇത് എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാ എൻഡ് ചെയ്യുന്നത്, രണ്ട് സൈഡിലേക്കും ആരോ ഉണ്ട്. നേരെ മറിച്ച് ഇങ്ങനെ ഒരു ആരോ ആണെങ്കിൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാന്ന് നമുക്ക് കറക്റ്റ് പറയാം. ദിസ് ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ഇറ്റ് ഹാസ് നോ എൻഡിങ് പോയിന്റ്. കാരണം ആരോ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക, അതിന് എൻഡിങ് പോയിന്റ് ഇല്ല. In the case of first line, this line, it has no start point, no end point. നമ്മൾ ഇവിടെ ഈ ലൈനിൽ ഒരു പോയിന്റ് നമ്മൾ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യാം? അതിന്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസിൽ കുറെ പോയിന്റ്സ് അടയാളപ്പെടുത്തി. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം. നമ്പർ ലൈൻസിൽ നമ്മൾ പോയിന്റ്സ് അടയാളപ്പെടുത്തുമ്പോ എല്ലാ പോയിന്റും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തിയ പോയിന്റിനെ നമ്മൾ O എന്ന് പറഞ്ഞു. പോയിന്റിന് നമ്മളൊരു പേര് കൊടുത്തു, O. എന്തുകൊണ്ടാണ് O എന്നുള്ള പേര് കൊടുക്കുന്നത്? O മീൻസ് ഒറിജിൻ. ഒറിജിൻ എന്ന് വെച്ചാല് നമ്മൾ ഈ പോയിന്റിനാണ് ഇവിടെ ഇതിന്റെ സ്റ്റാർട്ട് പോയിന്റ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. O മീൻസ് ഒറിജിൻ. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് നമ്മൾ A എന്ന് പറഞ്ഞു.
third point B, next point C, next point D, sorry, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്നും ഓരോ പേരിൽ നമ്മൾ പറഞ്ഞു, ഓരോ പോയിന്റിനും ഓരോ പേര് കൊടുത്തു. ഇനി ഈ പോയിന്റ്സുകളെല്ലാം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ ഒ എ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? 1 യൂണിറ്റ് ആയിട്ട് എടുക്കാം. ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 1 യൂണിറ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസും 1 യൂണിറ്റ് ആയിരിക്കുമല്ലോ. ഇതിന്റെ എല്ലാം ഡിസ്റ്റൻസ് ഈക്വൽ അല്ലേ? അപ്പൊ ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഓരോ യൂണിറ്റ് ആയിരിക്കും. അപ്പൊ ഓയിൽ നിന്ന് എയിലേക്ക് ഒരു യൂണിറ്റ് ഉണ്ട്. നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 യൂണിറ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഓയിൽ നിന്ന് 2 യൂണിറ്റ് അല്ലേ ഡിസ്റ്റൻസ് ഉള്ളത് അല്ലേ? അപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റില് 2 യൂണിറ്റ്, ബി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ 2 കൊടുത്തു. ഇനി സി എന്ന് പറയുന്ന പോയിന്റിലോ 3 യൂണിറ്റ്സ് കഴിഞ്ഞിട്ടാണ് 3 എന്ന് പറയുന്ന പോയിന്റ്. അങ്ങനെ ഓരോ പോയിന്റ് കഴിയുന്നോറും നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ നമ്പേഴ്സ് കൂടി കൂടി വരും. 6, 7, 8, 9, 10. നമ്മൾ തൽക്കാലം 10 വരെ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ ഈ O എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്തു. കാരണം ഹോൾ നമ്പേഴ്സ് ഈസ് സ്റ്റാർട്ടിംഗ് വിത്ത് 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ലൈനിന്റെ മേലെ ഓരോ പോയിന്റിലും ഓരോ നമ്പേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തു അല്ലെ? 0 മുതൽ അങ്ങോട്ടുള്ള നമ്പേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തു. നമ്മൾ അറേഞ്ച് ചെയ്തത് എങ്ങോട്ടാ? ഈ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് സൈഡിലേക്കല്ലേ നമ്മൾ നമ്പേഴ്സ് അറേഞ്ച് ചെയ്തേ? 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് നമ്പേഴ്സ് അറേഞ്ച് ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് നമ്പർ ലൈൻ. ഒരു ലൈനിന്റെ മേലെ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ്, ഈക്വൽ ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്പർ ലൈൻ. ഈ നമ്പർ ലൈനിലെ അഡീഷൻ, നമ്പർ ലൈനിലെ അഡീഷൻ എങ്ങനെ വരും? അഡീഷൻ വരുമ്പോ 5 + 3 ആണെന്ന് വെച്ചോ. 5 + 3 നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം 5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താ ജസ്റ്റസ്? നമ്പർ ലൈനിന്റെ ഉപകാരം എന്നാ? നമ്പർ ലൈനിന്റെ ഉപകാരം എന്ന് വെച്ചാല് ആഡ് ചെയ്യാം, നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. പിന്നെ എന്താന്ന് വെച്ചാല് നമ്പേഴ്സ് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. അതായത് ഇപ്പൊ നമ്മൾ ഫ്രാക്ഷൻസ് ഒക്കെ പറയില്ലേ? ഫ്രാക്ഷൻസ് അറിയോ? 1/2, 4/3 എന്നൊക്കെ പറയുന്ന ഫ്രാക്ഷൻസ് ഇല്ലേ? ആ ഫ്രാക്ഷൻസ് എവിടെയാ കറക്റ്റ് വരുന്നതെന്ന് നമ്പർ ലൈനിൽ നമുക്ക് പറയാൻ പറ്റും. ഏത് രണ്ട് ഓൾ നമ്പേഴ്സിന്റെ ഇടയിലാണ് ഫ്രാക്ഷൻസ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ നമ്പർ ലൈനിൽ നമ്മൾ 2 സൈഡിലേക്കും ആരോസ് പറഞ്ഞല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. 0 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോകുന്തോറും നമ്പേഴ്സ് ഇൻഫിനിറ്റി ആണ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്പേഴ്സ് ഇൻഫിനിറ്റി ആണ്. പിന്നെ എന്തുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിലേക്കും ആരോ മാർക്ക് കാണുന്നതെന്ന് ഒരു ഡൗട്ട് ഉണ്ട് അല്ലേ? ഇപ്പൊ ലെഫ്റ്റ് സൈഡിലേക്കും നമ്പേഴ്സ് ഉണ്ട്. 0ന്റെ ലെഫ്റ്റ് സൈഡിലും നമ്പർ ഉണ്ട്. -1, -2, -2, -3 എന്ന് പറയുന്ന നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സിന് എല്ലാം കൂടിയിട്ടാണ് ടോട്ടൽ നമ്മൾ ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്.
അത് നിങ്ങൾ അടുത്ത വർഷം പഠിക്കും ഇന്റിജേഴ്സിനെ പറ്റി. അതായത് സീറോനേക്കാളും ചെറിയ നമ്പേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്പർ ലൈനിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. നമ്പർ ലൈനിൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? 5നോട് നമുക്ക് 3 ആഡ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5ൽ നിന്ന്. 5ൽ നിന്ന് 3 അല്ലേ ആഡ് ചെയ്യണ്ടേ? 3 എന്ന് പറയുന്നത് 3 ones ആണ് അല്ലെ? ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. 3 ones ആണ് 3. അപ്പൊ 5ൽ നിന്ന് നമ്മൾ ഒരു 1 റൈറ്റിലേക്ക് മൂവ് ചെയ്താൽ 6ലെത്തി. അവിടുന്ന് 2 ones മൂവ് ചെയ്താൽ 7ലേക്ക് എത്തി. ദെൻ 3 ones മൂവ് ചെയ്താൽ 8ലേക്ക് എത്തി. That means 5 plus 3 is equal to 8. 5 plus 3 is equal to 8. അതായത് ഫ്രണ്ട് വേർഡ് കൗണ്ടിങ് ആണ് അഡീഷൻ എന്ന് പറയുന്നത്. നമ്പർ ലൈനിലെ ഫ്രണ്ട് വേർഡ്, ഫ്രണ്ടിലേക്ക് കൗണ്ട് ചെയ്യുന്നതിനാണ് അഡീഷൻ എന്ന് പറയുന്നത്. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് കൗണ്ട് ചെയ്യും. ഇനി സബ്ട്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങോട്ട് കൗണ്ട് ചെയ്യണം? ബാക്ക്വേർഡ് കൗണ്ടിങ് ആ ചെയ്യണ്ടേ അല്ലെ? സബ്ട്രാക്ഷൻ ആണെങ്കിൽ ബാക്ക്വേർഡ് കൗണ്ടിങ്. എന്തുകൊണ്ടാണ് ബാക്ക്വേർഡ് കൗണ്ടിങ്? അഡീഷന്റെ ഓപ്പോസിറ്റ് പ്രോസസ് ആണ് സബ്ട്രാക്ഷൻ ആണല്ലോ. അഡീഷന്റെ ഓപ്പോസിറ്റ് അല്ലേ സബ്ട്രാക്ഷൻ. അപ്പോ 10 മൈനസ് 5 ആണ്, 5 വേണ്ട, 10 മൈനസ് 3 ആണെന്ന് വെച്ചോ. നമുക്ക് 10 മൈനസ് 3 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മള് 10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താല് ബാക്ക്വേർഡ് കൗണ്ടിങ് 10 മൈനസ് 3 അല്ലേ? 10 മൈനസ് 3 എന്ന് പറയുമ്പോ ഫസ്റ്റ് ഒരു 1 ബാക്ക്വേർഡ് കൗണ്ട് ചെയ്ത 9ലെത്തി. പിന്നെ അവിടുന്ന് ഒരു 1 കൂടി കൗണ്ട് ചെയ്തു 8ലെത്തി. അഗൈൻ ഒരു 1 കൂടി കൗണ്ട് ചെയ്തു നമ്മള് 7ലെത്തി. അപ്പൊ 10 മൈനസ് 3 is equal to 7. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇന്നലെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് അഡീഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ? കണ്ടിന്യൂസ് അഡീഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ. ഒരു നമ്പറിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കുറെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിവിടെ 2 into 3 ചെയ്യണം. 2 into 3. 2 into 3 എങ്ങനെയാ ചെയ്യണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് അഡീഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ 2 into 3 എന്ന് വെച്ചാല് 2നെ 3 ടൈംസ് ആഡ് ചെയ്തതല്ലേ അല്ലെ? 2നെ 3 ടൈംസ് ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ 2 into 3 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? 0ൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എവിടുന്ന സ്റ്റാർട്ട് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 3 ടൈംസ് നമുക്ക് 2 ആഡ് ചെയ്യണം. അപ്പം 2 യൂണിറ്റ്സ് വീതം ഫ്രണ്ടിലേക്ക് കൗണ്ട് ചെയ്തു. ഒരു തവണ ഫ്രണ്ടിലേക്ക് 2 യൂണിറ്റ്സ് കൗണ്ട് ചെയ്താൽ 2ലെത്തി. പിന്നെ അവിടുന്ന് 2ൽ നിന്ന് നമ്മൾ അഗൈൻ 2 കൗണ്ട് ചെയ്തു. 2 യൂണിറ്റ്സ് കൗണ്ട് ചെയ്തു 4ലെത്തി. അഗൈൻ 2 യൂണിറ്റ്സ് കൗണ്ട് ചെയ്തു. 3 ടൈംസ് നമ്മൾ 2 യൂണിറ്റ്സ് കൗണ്ട് ചെയ്തു. നമ്മൾ എവിടെ എത്തി? 6ലെത്തി. That means 2 into 3 is equal to 2 plus 2 plus 2 is equal to 6. ഇതാണ് നമ്പർ ലൈനിലെ മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഡിവിഷൻ വരുന്ന സമയത്ത് ഡിവിഷൻ എന്ന് വെച്ചാൽ എന്താ? കണ്ടിന്യൂസ് ആയിട്ടുള്ള സബ്ട്രാക്ഷൻ.
കണ്ടിന്യൂസ് സബ്ട്രാക്ഷൻ, ഒരേ നമ്പർ തന്നെ കണ്ടിന്യൂസ് സബ്ട്രാക്ട് ചെയ്ത് 0 എത്തുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യും. That process is called division. 10 by 10 divided by 2. 10 divided by 2 എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. 10ൽ നിന്ന് 2 മൈനസ് ചെയ്ത് 0 വരെ 0 എത്തുന്നത് വരെ മൈനസ് ചെയ്യാം. അപ്പൊ എത്ര തവണ 2 മൈനസ് ചെയ്താലാണ് 0 എത്തുന്നത് നോക്കാം. അതായിരിക്കും 10 divided by 2. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ടെന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 2 യൂണിറ്റ്സ് നമ്മൾ മൈനസ് ചെയ്യാന്ന് വെച്ചാല് ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യാം. 2 യൂണിറ്റ്സ് ആദ്യം കൗണ്ട് ചെയ്തു 8-ലെത്തി. അഗൈൻ 2 യൂണിറ്റ്സ് കൗണ്ട് ചെയ്തു 6-ലെത്തി. അഗൈൻ 2 യൂണിറ്റ്സ് കൗണ്ട് ചെയ്തു 4-ലെത്തി. അഗൈൻ 2 യൂണിറ്റ്സ് കൗണ്ട് ചെയ്തു 2-ലെത്തി. അഗൈൻ 2 യൂണിറ്റ്സ് കൗണ്ട് ചെയ്ത് നമ്മൾ 0-ലെത്തി. 0-ൽ എത്തുന്നവരെ 2 യൂണിറ്റ്സ് ബാക്ക്വേർഡ് കൗണ്ട് ചെയ്തു. എത്ര തവണ നമ്മൾ ഇപ്പൊ ബാക്ക്വേർഡ് കൗണ്ട് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 ടൈംസ് നമ്മൾ 2 യൂണിറ്റ്സ് ബാക്കിലേക്ക് കൗണ്ട് ചെയ്താലാണ് 10ൽ നിന്ന് 0-ൽ എത്തുന്നത്. That means 10 divided by 2 is equal to 5. 10ൽ നിന്ന് നമ്മൾ 5 ടൈംസ് 2 മൈനസ് ചെയ്താലാണ് 0-ൽ എത്തുന്നത്. 0-ൽ എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ 10ൽ നിന്ന് 5 ടൈംസ് നമ്മൾ 2 മൈനസ് ചെയ്താലാണ് 0-ൽ എത്തുന്നത്. That means 10 divided by 2 is equal to 5. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്പർ ലൈനിൽ പഠിക്കാൻ. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളതൊന്നും അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഹോൾ നമ്പേഴ്സ്. അതിലെ ആ എക്സസൈസ് 2B ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അത് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്രോപ്പർട്ടീസ് ഓഫ് ഹോൾ നമ്പേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഈ മാത്സിലെ ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? What are the basic operations in mathematics? 4 basic operations ഉണ്ട്. ഏതൊക്കെയത്? Addition, subtraction, multiplication, division. These are the basic operations of mathematics. നമുക്ക് ഈ 4 ഏതെങ്കിലും ഒന്നും ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല മാത്സിൽ, അല്ലേ? അല്ലെ, മാത്സ് ചെയ്യണമെങ്കിൽ, മാത്തമാറ്റിക്സ് നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്നുകിൽ അഡിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡിവിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പൊ ദീസ് ആർ ദി ബേസിക് ഓപ്പറേഷൻസ് ഓഫ് മാത്തമാറ്റിക്സ്. അപ്പൊ നമുക്ക് എന്ത് പഠിക്കണം? ഈ ബേസിക് ഓപ്പറേഷൻസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് പഠിക്കണം. അതാണ് ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഹോൾ നമ്പേഴ്സ് വെച്ച് നമ്മൾ ചെയ്യുന്ന ബേസിക് ഓപ്പറേഷൻസിന്റെ പ്രോപ്പർട്ടീസ്. കുറച്ച് പ്രോപ്പർട്ടീസ് നിങ്ങൾ അത് തെറവായിട്ട് പഠിക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. എന്തിനാ ഈ പ്രോപ്പർട്ടീസ് പഠിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾക്ക് പ്രോബ്ലംസ് കുറച്ചും കൂടി ഈസി ആയി മാറാൻ വേണ്ടിയിട്ടാ പ്രോപ്പർട്ടീസ് പഠിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് പഠിച്ചു വരുമ്പോ മനസ്സിലാവും എങ്ങനെയാണ് ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് യൂസ്ഫുൾ ആവുന്നതെന്ന് നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ. വി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് അഡിഷൻ. നമ്മൾ എപ്പോഴും ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡിഷനിലൂടെയാണ്. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് 1ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ LKG UKG പഠിക്കുന്ന ഫസ്റ്റ് നമ്മൾ കൂട്ടാനല്ല പഠിക്കുന്നത്, അഡിഷൻ അല്ലേ പഠിക്കുന്നത്. ആദ്യം തന്നെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒന്നും പഠിക്കൂലല്ലോ. ബിക്കോസ് അഡിഷൻ ഈസ് സിംപ്ലസ്റ്റ് ഓപ്പറേഷൻ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് അഡിഷൻ. ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് അഡിഷൻ. സോ വി സ്റ്റഡി ഇറ്റ് ഫസ്റ്റ്.
We have to study the properties of addition first. Addition the properties നമുക്ക് ആദ്യം നോക്കാം. First property, page number 29 ഉണ്ട്. First property, closure property. മാറിപ്പോവരുത്. പ്രോപ്പർട്ടീസിന്റെ നെയിം എല്ലാത്തിലും സെയിം ആയിരിക്കും. സെയിം എന്ന് വെച്ചാൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. മിക്കവാറും പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷനും പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷനും പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷനും പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷനും പേര് സെയിം ആയിരിക്കും. ബട്ട് അതിനകത്ത് വരുന്ന കണ്ടന്റ് ഡിഫറെന്റ് ആയിരിക്കും. ക്ലോഷർ പ്രോപ്പർട്ടി എല്ലാത്തിലും വരുന്നുണ്ട്. ഡിവിഷൻ, അഡീഷനും സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ക്ലോഷർ പ്രോപ്പർട്ടി വരുന്നുണ്ട്. ബട്ട് ദ കണ്ടന്റ് ഈസ് ഡിഫറെന്റ്. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്ന കണ്ടന്റ് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് സെക്കൻഡ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് സീറോ, അഡിറ്റീവ് പ്രോപ്പർട്ടി. ഇതെല്ലാം പേര് സെയിം ആയിരിക്കും, കണ്ടന്റ് ഡിഫറെന്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് മാറിപ്പോവരുത്. അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടി. എന്താ ക്ലോഷർ പ്രോപ്പർട്ടി? The sum of any two whole numbers is a whole number. That is closure property. Simple ആയിട്ട് പറഞ്ഞാല് നമുക്ക് ഏത് രണ്ട് ഹോൾ നമ്പറിന്റെ സം എടുത്താലും ആ സം കിട്ടുന്നത് ഒരു ഹോൾ നമ്പർ ആയിരിക്കും. അല്ലേ? അല്ലെ? ഏത് ഹോൾ നമ്പറിന്റെ സം നമ്മൾ കണ്ടുപിടിച്ചാലും ആ സമ്മും ഒരു ഹോൾ നമ്പർ ആയിരിക്കും. അതിപ്പോ എത്ര വലിയ നമ്പർ ആയാലും അതൊരു ഹോൾ നമ്പർ ആയിരിക്കും. 0 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് ഇൻഫിനിറ്റി വരെ എത്തുന്ന, അങ്ങ് അറ്റമില്ലാതെ അങ്ങ് പോകുന്ന നമ്പേഴ്സ് ആണ് ഹോൾ നമ്പേഴ്സ് അല്ലെ? അപ്പൊ നമ്മൾ ഏത് രണ്ട് ഹോൾ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താലും ആ കിട്ടുന്ന സമ്മും ഒരു ഹോൾ നമ്പർ ആയിരിക്കും. 100 plus 1000, 1100 ഒരു ഹോൾ നമ്പർ ആണ്. 10,000 plus 10,000, 20,000, 20,000 ഒരു ഹോൾ നമ്പർ ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 1 plus 2, 3 ഒരു ഹോൾ നമ്പർ ആണ്. 10 plus 5, 15 ഒരു ഹോൾ നമ്പർ ആണ്. 0 plus 1, 1 ഒരു ഹോൾ നമ്പർ ആണ്. That means whole numbers are closed under addition. അഡീഷന്റെ കേസിൽ ഹോൾ നമ്പേഴ്സ് ക്ലോസ്ഡ് ആണ്. എന്ന് വെച്ചാല് ഇതിനകത്താണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന നമ്പേഴ്സ് എല്ലാം വരുന്നതെന്ന് വിചാരിച്ചോ. ഇതിനകത്താണ് വരുന്നത്. ഇതിനകത്ത് നിന്ന് നമ്മളിപ്പോ ഇതൊക്കെ ഹോൾ നമ്പേഴ്സ് ആണ്. ഇതൊക്കെ ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ ഈ ഹോൾ നമ്പേഴ്സ് എല്ലാം കൂട്ടിയാൽ, ഈ ഹോൾ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താല് ഇതിന് പുറത്തുള്ള ഒരു നമ്പർ കിട്ടൂലല്ലോ. ഹോൾ നമ്പർ തന്നെയല്ലേ കിട്ടുന്നേ അല്ലെ? ഈ ഹോൾ നമ്പേഴ്സ് ഒക്കെ കൂടിയാല് ഇതിനകത്താണ് ഹോൾ നമ്പേഴ്സ് ഒക്കെ അല്ലേ, ഈ സർക്കിളിനകത്താണ് ഹോൾ നമ്പേഴ്സ് ഒക്കെ ഉള്ളത്. അപ്പൊ ഈ ഹോൾ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താല് ഒരിക്കലും പുറത്തുള്ള ഒരു നമ്പർ കിട്ടൂലല്ലോ. ഇല്ല. ഇപ്പോ 3.5 എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് അറിയാം. Is this a whole number? Is this a whole number? 3.5 is a whole number or not? No, it is not a whole number. 3.5 എന്ന് പറയുന്നത് ഹോൾ നമ്പർ അല്ല. ഏതെങ്കിലും രണ്ട് ഹോൾ നമ്പേഴ്സ് കൂട്ടിയാൽ നിങ്ങൾക്ക് 3.5 കിട്ടുമോ? നെവർ, ഒരിക്കലും കിട്ടില്ല. രണ്ട് ഹോൾ നമ്പേഴ്സ് കൂട്ടിയാൽ ഒരിക്കലും നിങ്ങൾക്ക് 3.5 അല്ലെങ്കിൽ 3.9 അല്ലെങ്കിൽ 4.5 എന്ന് പറയുന്ന ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടില്ല. That means whole numbers are closed under addition. Whole numbers ഈ അഡിഷന്റെ കേസിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിളിനകത്ത് നമ്മൾ വെച്ചിരിക്കാം. That is closure property. That means the sum of any two whole numbers is always a whole number. ഏത് രണ്ട് ഹോൾ നമ്പറിന്റെ സം എപ്പോഴും ഒരു ഹോൾ നമ്പർ ആയിരിക്കും. That is closure property. എന്താ പറഞ്ഞത്? എന്താ ഫസ്റ്റ് പ്രോപ്പർട്ടി? ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? ക്ലോഷർ പ്രോപ്പർട്ടി. Okay.